നവംബർ പാങ്ക്രാറ്റിക് ആൻഡ് സ്റ്റൊമക് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് ആചരിക്കുകയാണ്. അത് എന്തിനാണ് ഈ ഒരു മന്ത് അവയർനെസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാങ്ക്രാറ്റിക് ക്യാൻസർ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ട്യൂമറാണ്. അതിൻ്റെ റിസൾട്ട്സ് വളരെ മോശമാണെന്ന് കരുതപ്പെടുന്ന ട്യൂമറാണ്. പാങ്ക്രാറ്റിക് ക്യാൻസർ നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് ഒരു 100 പേരിൽ പാങ്ക്രാറ്റിക് ക്യാൻസർ വരുമ്പോൾ ഒരു 80% ആൾക്കാരിലും നമ്മൾ മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്, അതായത് സ്പ്രെഡ് ആയ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ, എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് എന്നുള്ളതൊന്ന് ഡോക്ടർ ഒന്ന് പറയാമോ? പലപ്പോഴും ഒരു ലക്ഷണങ്ങൾ കൃത്യമായി കൊള്ളുന്നില്ല. പേഷ്യൻ്റ് ചിലപ്പോൾ ജനറലി ഒരു ക്ഷീണം പോലെ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ്. ഓൺലി തിങ് ഇപ്പോൾ ഒരു ഹെഡ് ഓഫ് പാങ്ക്രിയാസ് എന്നുള്ള ഭാഗമുണ്ട്. പാങ്ക്രിയാസിൻ്റെ ഹെഡ് ഭാഗത്ത് ഒരു ട്യൂമർ വരുമ്പോൾ പിത്തനാളിയിൽ അത് ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഒരു മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യുന്നത്. ആ പേഷ്യൻസ് താരതമ്യേന നേരത്തെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ബോഡി ആൻഡ് ടെയിൽ ഭാഗം, അതായത് പാങ്ക്രിയാസിൻ്റെ ബോഡി ആൻഡ് ടെയിൽ എന്നുള്ള ഭാഗത്ത് ട്യൂമർ വരുമ്പോൾ പൊതുവെ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പെയിൻ വരുന്നതാണ് പലപ്പോഴും പേഷ്യൻസ് ഒരു ചികിത്സയ്ക്കായിട്ട് വരുന്നത്. പെയിൻ യൂഷ്വലി ഒരു ലേറ്റ് സിംറ്റമാണ്. അപ്പോഴേക്കും തന്നെ അത് ട്യൂമർ അഡ്വാൻസ്ഡ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഓപ്പറബിലിറ്റി, നേരത്തെ പറഞ്ഞാൽ ഓപ്പറബിലിറ്റി കുറഞ്ഞു വരുന്നത്. എന്നിരുന്നാലും ഒരു താരതമ്യേന ഇന്നത്തെ കാലത്ത് നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ ഓപ്പറബിൾ ആകുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ റിസെപ്റ്റബിൾ പാങ്ക്രാറ്റിക് ക്യാൻസർ എന്ന് പറയും, അതായത് താരതമ്യേന ആരംഭത്തിൽ സ്റ്റേജിൽ റിസെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 5 years നേരത്തെ പറഞ്ഞാൽ 13-15% കൂടി ഒരു അപ് ടു 48% വരെ സർവൈവൽ ഉണ്ട്. പക്ഷേ ദ മൊമെൻ്റ് അത് നോട്ട്സിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുമ്പോഴേക്കും സർവൈവൽ ഡ്രോപ്സ് ഡൗൺ സിഗ്നിഫിക്കൻ്റ്ലി. അതാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. 10 വർഷം മുമ്പ് വരെ അത് എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു 90-95% ആൾക്കാരും നമ്മൾ സ്റ്റേജ് 4 കണ്ടുപിടിച്ചിരുന്നത്. അതിൻ്റെ സർവൈവൽ റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 5 വർഷത്തെ സർവൈവൽ റേറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു 10 കൊല്ലം മുമ്പ് ഒരു 5% ആയിരുന്നു. അത് ഇപ്പോൾ ഒരു 15-20% ആയിട്ടുണ്ട്. അത് 5 years സർവൈവൽ റേറ്റ് എല്ലാ പേഷ്യൻസിനും. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള കാരണം നമ്മളുടെ സിംറ്റംസ് വരുമ്പോൾ തന്നെ, ഒരു വേദന വരുമ്പോൾ തന്നെ അത് നമ്മൾ ഫുൾ ബോഡി സ്കാൻ എടുക്കുമ്പോൾ അതൊരു സ്പ്രെഡായ സ്റ്റേജിലാണ് നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ റേഡിയോളജിക്കൽ മൊഡാലിറ്റീസ് അതൊക്കെ ഇമ്പ്രൂവ് ആയ കാരണം നമുക്ക് കുറച്ചുകൂടി നേരത്തെ ആയിട്ട് തന്നെ, പുതിയ നൂതന സ്കാൻസ് കാരണം നമുക്ക് കുറച്ചുകൂടി നേരത്തെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്.